Assalamu alaikum, Al-Ayyam warriors. This is Wafan Mastan and Ashwin on the stage. Bringing on you the hardback of Al-Ayyam, no tracks, and our pause, just pure fest vibes. So, buckle up, keep your energy high, and let's make this week unforgettable. Welcome to the crowd. അപ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ അൽ അയ്യാം ഫെസ്റ്റ് നമ്മൾ സ്റ്റേജ് പരിപാടികൾ ആരംഭിക്കാനിരിക്കുകയാണ്. ചിവിയിട്ടുണ്ടോ? അപ്പോൾ എല്ലാവർക്കും അറിയണ പോലെ തന്നെ ഇത് എന്താണ്, ഒരു ഇൻഫോർമൽ പരിപാടിയാണ്. കുട്ടികളുമായി സംവദിക്കാൻ, പിന്നെ ചെറിയ രീതിയിൽ അവർക്ക് ഓരോരോ ഉത്ബോധനങ്ങൾ നൽകാനൊക്കെയുള്ള ചെറിയ രീതിയിലൊരു പരിപാടിയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു പരിപാടിയിലേക്ക് വളരെ സന്തോഷത്തോടെ വിദ്യാർത്ഥികളെ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. അഥവാ ഒരു 2-3 വർഷമായിട്ട് നമ്മളെ കോളേജിൽ ആർജെ നടത്താൻ വേണ്ടിയിട്ട് പല യൂണിയൻ പ്രവർത്തകരും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അൽഹംദുലില്ലാ ഈ ഒരു കൊല്ലാണ് അത് ഫലം കണ്ടത്. അപ്പോൾ ഫസ്റ്റ് സക്സസ്ഫുൾ സെഷൻ ഓഫ് ആർജെ ആണ് നിലവിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾ കോളേജിൽ അപ്പോൾ കുറേ മാറ്റങ്ങൾ, കുറേ അങ്ങനെ പറയുന്ന ഒരു പരിപാടിയാവും ആ ഒരു സഹകരിച്ചില്ലാണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ വിദ്യാർത്ഥികളുടെ സഹകരണത്തിനനുസരിച്ചിരിക്കും. ഇത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോ ഷോസ് ഒക്കെ കണ്ടിരിക്കണ പോലെ വെറുതെ നിങ്ങൾക്ക് ഒന്നിങ്ങനെ ഇരിക്കുക, അതിങ്ങനെ പറയാം, അശ്വിനാക്കു സീനാക്കിക്കണം, നല്ല രസമുണ്ടായിരുന്നു, ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയാണ് അല്ലേ? കുട്ടിക്കൂണ്ടി അവസരം ഉണ്ടാവും. ഓക്കെ, സോ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞോളൂ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ ഏറെ കാത്തിരിപ്പുകൾക്കൊടുവിൽ നമ്മളെ അൽ അയ്യാം 2025 സ്റ്റേജ് തുടങ്ങാനിരിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടന കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. ഇതിനുശേഷം പലതരത്തിലുള്ള പരിപാടികൾ വന്നിട്ടുണ്ട്. മുൻപ് നടന്നിട്ടുള്ള ഫെസ്റ്റുകളിലെ അല്ല, ഒരു പാട്ട് ടീം വരുന്നില്ലേ, വാദിഫിദ എന്ന ടീം. എല്ലാവർക്കും അറിയോ വാദിഫിദ എന്ന പേര്? എല്ലാവർക്കും അറിയോ? ഇല്ലല്ലോ. എന്താ പേരെന്താണ്? വാദിഫിദ. ഇതേ ഓഡിയൻസ് നിങ്ങൾ ഉണ്ടോയെന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് അറിയണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പരിപാടി ഒന്നും അല്ല ഇത്. എന്നാലും ഞാൻ ഒരു ക്രിഞ്ച് ഐറ്റം പിടിക്കാണ്. ഞാൻ ഒരു ഹലോ എന്ന് ചോദിക്കാം. കുട്ടികളെല്ലാവരും ഹായ് എന്നൊന്ന് പറഞ്ഞ് സഹകരിക്കണം. ഓക്കെ, ഒന്ന് സഹകരിക്കുക. ഓൾറെഡി വേണ്ടി സ്റ്റാർട്ട്. ഹലോ ജസാക്കുമുല്ലാ. ഹലോ പോരട്ടോ, ലാസ്റ്റ് ഒരു പ്രാവശ്യം കൂടി. ക്രിഞ്ചാണെന്ന് നിങ്ങൾക്ക് അറിയാം, പക്ഷെ ഇത് ചെയ്യണം. ഹലോ ഇപ്പൊ കുറഞ്ഞിട്ടോ, മുന്നത്തെ കാട്ടിൽ കുറേ. ലാസ്റ്റ് ഒറ്റ പ്രാവശ്യം ഉറങ്ങണ ആൾക്കാരൊക്കെ ഒന്ന് സഹകരിച്ചാൽ ഉഷാറായി. ഹലോ ജസാക്കുമുല്ലാ ഖൈർ. ദാറ്റ് വാസ് ഓസം. സോ മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു പുതിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ഫെസ്റ്റ് ആണ് ഇത്. അങ്ങനെ ഞങ്ങൾ എന്നൊരു ക്ലീശ വാചകം കൊണ്ട് ഞങ്ങൾ ഈ ഒരു പരിപാടി തുടങ്ങുന്നില്ല. അപ്പൊ മുന്നത്തെ വർഷങ്ങളിൽ നിന്നും വളരെ വലിയ മാറ്റങ്ങളൊന്നും വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും പക്ഷെ ശ്രദ്ധേയമായ ചില മാറ്റങ്ങളും ഇൻഷാ അല്ലാഹ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ശരിയാണ്. അപ്പോ ആദ്യമായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാല്, നമ്മളെ ഈ ഒരു ഫെസ്റ്റിന് കുറെ, അതായത് നമ്മളെ കമ്മിറ്റിക്കാരുടെ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഉസ്താദുമാരുടെ, വിദ്യാർത്ഥികളുടെ ഒരു ആഗ്രഹമായിരുന്നു പുറത്തുനിന്നുള്ള സ്പോൺസേഴ്സിനെ പരമാവധി ക്ഷണിക്കുക. പിന്നെ ഓലെ വീഡിയോസ്, ടാഗിൽ വീഡിയോസ് ഇറങ്ങുക. അതൊക്കെ നമ്മളൊരു സ്വപ്നമാണ്. കാരണം നമുക്കത് മെച്ചാണ്. അപ്പൊ അൽഹംദുലില്ലാ ഈ ഒരു വർഷത്തെ കമ്മിറ്റിക്കാണ് ആ ഒരു രീതിയിലുള്ള അത് ഓരോരു അച്ചീവ്മെന്റ് ആണ്. നല്ല രീതിക്ക് തന്നെ ആളുകളെ ടാഗ് ചെയ്യാനും കുറെ കൊട്ടേഷൻസ് എടുക്കാനുള്ള കഴിവൊക്കെ, കൊട്ടേഷൻ ഇതല്ല എന്നാലും നല്ല നല്ല ഡീലുകൾ കൈപ്പറ്റാനൊക്കെ നമ്മളെ കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു ഫെസ്റ്റുകളിലെ മാറ്റങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മുൻ വർഷങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ടൊരു ലോങ് ഫെസ്റ്റ് കുട്ടികൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ അത്യാവശ്യം ദിവസങ്ങളൊക്കെ. കഴിഞ്ഞ വർഷമൊക്കെ എന്ന് പറഞ്ഞാൽ ഫുട്ബോളിന്റെ ഫൈനലൊക്കെ നടക്കുന്നത് ഈ സ്റ്റേജിന്റെ അടിയിലൊക്കെ ആയിരുന്നു. ഈ വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പോർട്സ് കഴിഞ്ഞ് അതിനുശേഷം നോൺ സ്റ്റേജിന് ഒരു ഗ്യാപ്പ് ഇട്ട് അതിന് ശേഷമാണ് സ്പോർട്സ് ഒക്കെ ഈ സ്റ്റേജൊക്കെ ഇപ്പോൾ തുടങ്ങാനിരിക്കുന്നത്. സമയമില്ലെങ്കിലും നല്ല സമയം ഉണ്ടായിരുന്നു അല്ലേ? അതാണ്. അപ്പൊ ഇതൊരു ലോങ് ഫെസ്റ്റ് ആയിരുന്നു. പിന്നെ മറ്റു ഫെസ്റ്റിനെ പോലെ തന്നെ നമ്മള് കുറെ വേദികളൊന്നും ഇല്ലാതെ കുടിസാക്കാത്ത രീതിയിൽ വെറും 4 വേദികളിലൊക്കെ ഒതുക്കിയിട്ടാണ്
നമ്മുടെ ഈ ഒരു ഫെസ്റ്റ് അലങ്കരിച്ചിട്ടുള്ളത്. സ്റ്റിൽ സിസ്റ്റമാറ്റിക് ആണെന്ന് വിശ്വസിക്കുന്നു അല്ലേ? ഇൻഷാ അല്ലാ. അതെ, ഓക്കെ. പിന്നെ ഈ ഒരു ഫെസ്റ്റില് ആലിയക്കാർക്കൊക്കെ ചെറിയൊരു വിമർശനം അല്ലാണ്ട് ചെറിയൊരു കരകരപ്പുള്ളത് എവിടെന്ന് വെച്ചാൽ ഫക്കാബക്ക ഈ ഒരു ഫെസ്റ്റിലേക്ക് വളരെ ഒരു ഇൻവേഡർ ആയിട്ട് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഫക്കാബക്കയെ ഇഷ്ടപ്പെടാൻ ഞങ്ങൾ സീനിയേഴ്സ് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും കുട്ടികൾക്ക് പരിപാടികൾ കുറവായതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളെ ട്രെയിൻ ചെയ്യാനും അവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ കൂടുതൽ സമയം സീനിയേഴ്സിന് കിട്ടുമെന്ന് ഫക്കാബക്കയോട് പ്രതീക്ഷിക്കുന്നു. അല്ല, ഈ ഫക്കാബക്ക എന്താന്നുള്ള കുട്ടികൾക്ക് just ഒന്ന് പറഞ്ഞോ. ഫക്കാബക്ക എന്ന് പറഞ്ഞാൽ ഫിഖ് ഫെസ്റ്റ് ആണ്, അഥവാ ഫിഖ് ഫെസ്റ്റിന്റെ ഒരു പേരാണ് ഫക്കാബക്ക. അപ്പോ ഈ പൊതുവെ ദാറുദയിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഉണ്ടാവും. അപ്പോൾ ഡിപ്പാർട്ട്മെന്റുകളിൽ ഫിഖ് ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും നടത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള പകർത്തലുണ്ട്. അതേപോലെ ആദ്യമായിട്ടാണ് ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു ഫെസ്റ്റ് എന്നുള്ള തീമിൽ വരുന്നത്. അപ്പോൾ ഫിഖ് ഡിപ്പാർട്ട്മെന്റ് ഉള്ള കോളേജിലുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ചേർന്നിട്ട് സിബാക്ക് പോലത്തെ ഒരു ഫിഖ് ബേസ്ഡ് പരിപാടി, അപ്പോൾ പിന്നെ അടുത്തുള്ള ഹദീസ് ബേസ്ഡ് ആയിട്ടുള്ള മറ്റു പരിപാടികളൊക്കെ ഇൻഷാ അല്ലാഹ് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകൾ നടത്തുമായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ ഇപ്രാവശ്യം ഫക്കാബക്കയാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ സിബാക്കും പിന്നെ അതുപോലെ ഫക്കാബക്കയും രണ്ടും കൂടി ചെയ്തിട്ടൊരു ഇന്റഗ്രേറ്റഡ് തീമാണല്ലേ നിലവിലെ ഫെസ്റ്റിലെ പരിപാടികൾ ഒരു കീപ്പ് ചെയ്യാനുള്ള ഒരു എന്തായിട്ട് ഒരു മെയ്യാറായിട്ട് നമ്മളെ കമ്മിറ്റി എടുത്തിട്ടുള്ളത്. ആ ഒരു രണ്ട് സംഗതിനെ പരിഗണിച്ചത്, ബാക്കിയുള്ളതിനൊക്കെ പരിഗണന കുറച്ച് കൊടുത്തുക്കണു. രസത്തിന് 1-2 സംഗതികളുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ ഈ ഒരു ഫെസ്റ്റിന്റെ മാറ്റങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നു. ഇനിയിപ്പോ നമ്മളിങ്ങനെ ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെ എല്ലായിടത്തും ഫെസ്റ്റിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. നമ്മളെല്ലാവരും രാവിലെ നേരത്തെ നീച്ചുന്നുണ്ട്, രാത്രി 10:00 കടന്നുറങ്ങുന്നുണ്ട്. പക്ഷെ ആ 10:00 ശേഷം വർക്ക് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ഒരു ഇതേമാതിരി തന്നെ സുബൈക്ക് നമ്മളെ പോലെ തന്നെ എണീറ്റ് വരുന്നുണ്ട്. അത്രത്തോളം റിസ്ക് എടുക്കുന്ന കുറെ ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം, മറന്നു പോകുന്നു. അതെ, സുബൈക്ക് നിൽക്കുന്ന ആളുകൾ നമ്മൾ മറന്നു പോകുന്നുണ്ട്. അതെ. അപ്പൊ നമ്മൾ ആ ഒരു കൂട്ടത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന സ്റ്റേജ് മുതൽ ഇരിക്കുന്ന വേദി വരെ ഒരിക്കൽ പല ആളുകളുണ്ട്. പ്രധാനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ എടുത്തെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ആർട്ട് ടീമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചത്തോളമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫെസ്റ്റിനെ കുറേ ആയിട്ട് നമ്മുടെ ഒരു വാൾ പെയിന്റ് കാര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേജിന്റെ ഒരു അലങ്കാരമാണെന്നുണ്ടെങ്കിലും ഇനി ബാക്കിയുള്ള സ്റ്റേജുകളിലേക്കാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഈ ഒരു സമയത്ത് ഒരു വർക്ക് ചെയ്യാണെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കിയുള്ള സ്റ്റേജുകളുടെ വർക്ക് കാര്യങ്ങളായിട്ട് ഫുൾ എൻഗേജ്ഡ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് നല്ലൊരു സംഭവം, നല്ലൊരു കോംപ്ലിമെന്റ് നമ്മൾ കൊടുക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ ആർട്ട് അതായത് നമ്മൾ ഇരിക്കുന്ന സ്റ്റേജിന്റെ ഇതുവരെ എങ്ങനത്തെ ഒരു സ്റ്റേജ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നമ്മൾ അൽഹംദുലില്ലാ ഇതൊരു വെറൈറ്റി തീമായി അല്ലാണ്ട് ഒരു വെറൈറ്റി ഡിസൈനായി ഇതെന്താ പറയാൻ നിങ്ങൾക്ക് അറിയില്ല. പിന്നെ അതേപോലെ തന്നെ അവിടെ ഉള്ള അല്ലേ പെയിന്റിങ്, അതും മൊത്തത്തിലൊരു ക്ലാസിക്കൽ ടച്ച് അൽഹംദുലില്ലാ തഹരീബിന്റെ ഭാഗമായിട്ട് അത് ഇതിൽ തഹരീബ് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അവിടെയൊക്കെ ഏതായാലും ആ ഒരു വൈബ് കൃത്യമായിട്ട് കൊണ്ടുവന്നു. ഈ ചുവപ്പ് മനുഷ്യന്റെ വികാരങ്ങളെ മനസ്സിലാക്കുന്നൊക്കെ പറഞ്ഞ പോലത്തെ ടൈപ്പ് സംഗതി ആയിരിക്കണം അത്. അപ്പോൾ ഓക്കെ. സോ പിന്നെ എടുത്തു വരേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഭയങ്കര ഇംപ്രസീവായി തോന്നിയെന്ന് വെച്ചാല് അയ്യാമം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അയ്യാമം നമ്മൾ ടാബ്ലോയിഡ് ആണ്. അപ്പോ അൽഹംദുലില്ലാ 66 ലക്കം ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ റെക്കോർഡ്. അത് ഇവിടെ ഭയങ്കര ഓളം ഉണ്ടാക്കുന്നില്ല. ടാബ്ലോയിഡ് 66 ലക്കം ഇറങ്ങിയത് വലിയ വലിയ ഹെഡിങ്ങും വലിയ ഇമേജ് ഒക്കെ വെച്ചിട്ടില്ലേ. അതെ, മാഷാ അല്ലാഹ് നെഹ്റിന്റെ നേതൃത്വത്തിലാണ്. അപ്പോ പിന്നെ ഒരു സംഭവത്തിൽ പറയുമ്പോൾ നമുക്ക് ഈ ഒരു സംരംഭം 2 വർഷം മുമ്പാണ് തുടങ്ങിയത്. മുമ്പ് ആർട്ടോളം എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിഫിഷ്യൽ, അതിന് മുമ്പായിട്ട് കലാരവം എന്ന് പറഞ്ഞിട്ടുള്ള ഫെസ്റ്റ് തുടങ്ങിയത്. തുടക്കക്കാരനായിട്ടുള്ള നമ്മുടെ ഷമ്മാസ് നമ്മുടെ കോളേജിലുണ്ട്, നിലവിലുണ്ട്. ഓക്കെ, അപ്പൊ കോംപ്ലിമെന്റ് കേൾക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഇത് തുടക്കം കുറിച്ച ആളുകൾക്ക് എപ്പോഴും അതിന്റെ ഒരു ക്രെഡിറ്റ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇന്ന് ഇറങ്ങിയ നമ്മുടെ അയ്യാമത്തിന്റെ ലക്കം എന്ന് പറഞ്ഞാല് 61ാമത്തെ ലക്കാണ്. ഹുലു തക്ബീർ. അപ്പോ ഇനി ഒരാഴ്ച നീണ്ടു നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ കോംപ്ലിമെന്റ് കൊടുത്താൽ ഇവര് വടിയാവുമെന്നറിയില്ല. അശ്ബി എന്ന് പറഞ്ഞ വലിയൊരു വിദ്യാർത്ഥിയാണ് അതിന്റെ പിന്നിൽ തല പൊക്കിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ലൊരു കുട്ടിയാണല്ലേ, നിങ്ങൾ അറിഞ്ഞല്ലേ? അതെ. സോ അപ്പോ നല്ലൊരു അപ്ലോസ് ഡിസർവ് ചെയ്യുന്നുണ്ട്. സോ അത് ശരിക്കും നമ്മൾ പറയാം 66 ലക്കാണ് ഇതുവരെയുള്ള കോളേജിലത്തെ റെക്കോർഡ്. നിലവിൽ 61 ലക്കാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്രാവശ്യത്തെ മീഡിയ നമ്മൾ ആൾറെഡി പറഞ്ഞു, ഒരു കുറെ ബ്രാൻഡുകളെ ലോക്ക് ചെയ്തിരിക്കണു, കുറെ കൊട്ടേഷൻസ് പോലും കിട്ടുന്നുണ്ട്, കുറെ ഡീലിങ്സ് കൈക്കലാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അതിനൊക്കെ പുറമെ ഇഷ്ടംപോലെ പോസ്റ്റേഴ്സ്. പക്ഷെ അതിനൊക്കെ പുറമെ 31 വീഡിയോസ് മീഡിയന്റെ വക പുറത്തിറങ്ങി കഴിഞ്ഞു. ഒരു ചെറിയ തക്ബീർ, കുലു തക്ബീർ. 31 വീഡിയോസ് നമ്മുടെ മീഡിയന്റെ വക നിലവിൽ പുറത്തിറങ്ങി കഴിഞ്ഞു. നമുക്കറിയാം നൺ സ്റ്റേജിന്റെ പിന്നെ അതേപോലെ സ്പോർട്സിന്റെ ഈ ഒരു 2 കണ്ടന്റും പിന്നെ കുറച്ച് പ്രൊമോ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ
കൂട്ടി ഒരു 31 അവര് ഒരു സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. മാഷാ അല്ലാ. അതുപോലെ തന്നെ നമ്മളിപ്പോ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മീഡിയനെ കുറിച്ചൊക്കെ പറഞ്ഞു. നമ്മളിപ്പോ ഒന്നും അറിയാത്ത ഈ കോളേജിലുള്ള വിദ്യാർത്ഥികൾ അറിയണമെന്നുണ്ടോ അറിയില്ല, പുറത്തൊക്കെ നമ്മൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ദാറുൽ ഫാനിലെ ഒരു മിനി വ്ളോഗ് തുടങ്ങിയതായിട്ട് അറിയുന്നുണ്ടോ? നമ്മുടെ ഡിഗ്രി വിദ്യാർത്ഥി ഷമീം, അതുപോലെ തന്നെ ഷമീം, ഇംതിയാസ്, ഇഷാം പോലുള്ള ആളുകൾ വന്നിട്ട് നമ്മുടെ ഒരു മിനി വ്ളോഗ് തുടങ്ങിയതായിട്ട് അറിഞ്ഞിട്ടുണ്ടാവും. നമ്മളെ കോളേജിന്റെ ഫെസ്റ്റിന്റെ ഓരോ ആരവങ്ങൾ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കഠിന പരിശ്രമം ചെയ്യുന്നവരാണ്. ഇവരെ കൂടെ നമുക്ക് കൂടുതൽ മറക്കാൻ പറ്റും. തീർച്ചയായും ഇനിയും കൂടുതൽ വ്ളോഗുകൾ പ്രതീക്ഷിക്കുന്നു. അതെ, ഫുഡിന്റെ ടമയം. ഓക്കെ, സോ പിന്നെ നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ മനസ്സിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു ടീമാണ് ഫെസ്റ്റ് കൺട്രോളേഴ്സ്. അപ്പൊ ഇത് സംഗതി ഒരു ക്ലീശയാണ്. പക്ഷെ എങ്കിലും ഫെസ്റ്റ് കൺട്രോളേഴ്സ് എന്ന് പറയുമ്പോ വീടിന്റെ അടുത്താ ഓക്കെ. അപ്പൊ ഫെസ്റ്റ് കൺട്രോളേഴ്സ് പറയുമ്പോഴേ എത്രത്തോളം എന്ന് വെച്ചാല് ഫെസ്റ്റ് കഴിഞ്ഞാല് പിന്നെ അവൾക്ക് ജീവിക്കാൻ തന്നെ ഒരു രസം ഉണ്ടാവില്ല. അത്രയും എംറ്റി ആക്കാലോല്, അത്രയും സ്റ്റഫ്ഡ് ആയിട്ട് ഭയങ്കര എൻഗേജ്ഡ് ആയിട്ട് സൂപ്പർ ബിസി ആയി നടക്കുന്ന ആൾക്കാരാണ് ഫെസ്റ്റ് കൺട്രോളേഴ്സ് ഫെസ്റ്റിന്റെ സമയത്ത്. അപ്പോ ഈ ഒരു സമയത്ത് നമ്മൾ പോലെ തീർച്ചയായും ഓർക്കണം, ഇനി ഒരാഴ്ച ഒലിക്കൊന്ന് ഓടാനും ചാടാനുള്ള ഒരു എനർജി നമ്മളെ കോംപ്ലിമെന്റ്സ് ഇൻഷാല്ലാ നമ്മൾ കൊടുക്കണം. അപ്പൊ അവരെ നമ്മൾ എല്ലാ നിമിഷവും ഓർക്കുന്നു, അവരെടുക്കുന്ന റിസ്കിനെ നമ്മൾ ഗുണകാംക്ഷിക്കുന്നു, അവർക്ക് നന്ദികൾ രേഖപ്പെടുത്തുന്നു. ഓക്കെ, ഒരു ടീമിനെ നമ്മൾ വിട്ടുപോയി, വളണ്ടിയേഴ്സ്. അഥവാ ഫെസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്പോർട്സ് ആയിട്ടും അല്ലെങ്കിൽ നോൺ സ്റ്റേജ് ആയിട്ടും രാവിലെ മുതൽ രാത്രി വരെ പരിപാടി നടക്കുന്നുണ്ട്. നമുക്ക് എപ്പോഴേലൊക്കെ പരിപാടിയുള്ളൂ. പക്ഷെ അവളെ സംബന്ധിച്ചിടത്തോളം ഫുൾ ടൈം ആ ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ബാക്കിയുള്ള പരിപാടി നോക്കി വേറെ ഒരു എൻജോയ്മെന്റ് ഇല്ലാതെ വെറുതെ അങ്ങനെ ഇരുന്നിട്ട് ഇനിയിപ്പോ സ്റ്റേജ് വരാൻ പോവാണ്, താല്പര്യമായിട്ട് താല്പര്യമില്ലാതെയാണെന്നുണ്ടെങ്കിലും പല പരിപാടികളും ഇവിടെ ഇരുന്ന് അങ്ങനെ നമ്മൾ അമീറാക്ക് അതുപോലെ തന്നെ അങ്ങനത്തെ ആളുകളൊക്കെ കൂടുതൽ വളണ്ടിയേഴ്സ് കഷ്ടപ്പെടുന്നുണ്ട്. അവരെ കൂടി നമ്മൾ മറന്നുപോയി. മീഡിയനെ ടാഗ് കിട്ടിയില്ലല്ലേ, നമുക്ക് മറന്നു. ഓക്കെ, പിന്നെ ഓക്കെ നമ്മുടെ ദഫ് ഇപ്രാവശ്യം എന്താ അവസ്ഥ? ദഫ് ഷറയിലെ ദഫിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ദഫൊക്കെ ഉഷാറായി. പക്ഷെ നമ്മളൊക്കെ കുറെ പോസ്റ്ററിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ഫെസ്റ്റിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതൊരു ഫെസ്റ്റ് മാത്രമല്ല, ഫെസ്റ്റ് കഴിഞ്ഞ അന്ന് രാത്രി തന്നെ ഇതേ വേദിയിൽ മറ്റൊരു വലിയ പരിപാടി നടക്കാനിരിക്കുന്നുണ്ട്. അതിന്റെ പോസ്റ്ററുകളും അല്ലെങ്കിൽ അതിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഔട്ടായി വരുന്നുണ്ട്. അപ്പൊ കുട്ടികൾ മറക്കാതിരിക്കാൻ വേണ്ടി ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. ഒരു അഖില കേരള ദഫ് മത്സരം നമ്മുടെ ദാറുൽ ഫാനിൽ നടക്കാനിരിക്കുന്നുണ്ട്. അതായിരുന്നു കണ്ടത്, എനിക്ക് മാറിയതാണ്. ശരി, കേരളത്തിലെ പ്രമുഖ ടീമുകൾ അല്ലെങ്കിൽ മലപ്പുറം അതുപോലെ തന്നെ കേരളത്തിന്റെ ഒട്ടുമിക്ക ടീമുകള് ദഫിന്റെ അങ്ങനത്തെ ഒട്ടുമിക്ക ടീമുകൾ പങ്കെടുക്കുന്ന ഒരു അഖില കേരള ദഫ് മത്സരം നമ്മളെ കോളേജിൽ നടക്കാനിരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളൊക്കെ അറിഞ്ഞിരിക്കുക. ഈ സെയിം മീഡിയ തന്നെ ഇതിലും വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? ഇതിൻ്റെയൊക്കെ ഇടയിലാണ് നമ്മളെ വർക്കുകളും പോസ്റ്റേഴ്സൊക്കെ എത്രങ്ങാനുണ്ട് അപ്പോൾ ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് ഈ ഒരു ഫെസ്റ്റ് ഒരുപാടൊന്നും വലിച്ചു നീട്ടാനോ പറ്റിയൊന്നും എക്സൈറ്റിംഗ് പരിപാടിയല്ല, ഒരു പ്രോഗ്രാം അല്ല. RJ നമ്മൾ സൂചിപ്പിച്ചു. ഇനി വരും ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മൾ RJയിൽ നമ്മൾ ഉൾപ്പെടുത്തും. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ഫെസ്റ്റ് ഇൻഷാ അല്ലാഹ് അൽ അയ്യാം എന്ന രീതിയിൽ ഫെസ്റ്റ് നാലേക്കുമ്പോൾ തന്നെ ഒരു കുളിരാണ്. ഏതൊക്കെ 2-3 ആൾക്കാർ ചേർന്ന് നല്ല കിഡിലും പാട്ടും തീം സോങ്ങും പിന്നെ അതേപോലെ നല്ലൊരു വൈബും ആംബിയൻസും പിന്നെ അതുപോലെ അശ്മീൻ പറഞ്ഞ പോലെ നല്ല ഭയങ്കര ഒരു എന്താ പറയുക സ്റ്റഫ് റിലീസ്ഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിളൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഒഴിവ് കിട്ടിയിരുന്നു. പിന്നെ ഷെഡ്യൂള് ഒന്ന് ഇതായിരുന്നു, നമുക്ക് അത്യാവശ്യം ഒഴിവ് കിട്ടിയോണ്ടായിരിക്കണം. അപ്പോൾ എന്തായാലും നല്ലൊരു റാഹത്തുള്ളൊരു ഫെസ്റ്റ് ആണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആവട്ടെ, ആമീൻ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആശംസിക്കുന്നു. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. From the heart of the fest, we are just winding. We thank you for riding this wave with us. Jazakumullah khair, jazakumullah khair. These are signing Mr. RJ Wafan and Ashbin. Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Wa alaikum assalam wa rahmatullah.